ഓൾവേസ് സ്റ്റുഡൻറ്റിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ 2024 സെപ്റ്റംബർ 6-ാം തീയതിയിലെ കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഈ ഒരു ക്ലാസ്സിൻ്റെ PDF നോട്ട്സ് നിങ്ങൾക്ക് ലഭിക്കുന്നതിനായിട്ട് നമ്മുടെ ടെലഗ്രാം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ചാനലിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ ആദ്യം പറയാൻ പോകുന്നത് സുപ്രീം കോടതിയുടേതായിട്ട് പുതിയതായിട്ട് ലോഞ്ച് ചെയ്തിട്ടുള്ള ഒരു പുതിയ പതാക, അതുപോലെ തന്നെ ഒരു അധികാര മുദ്ര, അതിനെ പറ്റിയിട്ടാണ്. നോക്കാം. New flag and insignia of the Supreme Court of India. President Draupadi Murmu unveiled the new flag and insignia of the Supreme Court of India to commemorate its 75th anniversary. അപ്പോൾ സുപ്രീം കോടതിയുടെ 75ാമത് വാർഷികത്തിനെ കമ്മമറേറ്റ് ചെയ്യാൻ വേണ്ടി പുതിയതായിട്ട് ഒരു ഫ്ലാഗും ഒരു ഇൻസിഗ്നിയ അഥവാ അധികാര മുദ്രയും ലോഞ്ച് ചെയ്തിരിക്കുകയാണ് സുപ്രീം കോടതിക്ക് വേണ്ടിയിട്ട്. അത് ലോഞ്ച് ചെയ്തതാരാണ്? നമ്മുടെ പ്രസിഡന്റ് ആയിട്ടുള്ള ദ്രൗപദി മുർമു ആണ്. ഡിസൈൻഡ് ബൈ ദ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജി, ഡൽഹിയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജിയാണ് ഈ ഒരു ഫ്ലാഗും ഇൻസിഗ്നിയയും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഫ്ലാഗ് ഒരു ബ്ലൂ കളറിലാണ് വരുന്നത്, ഫിഗറിൽ കാണാം. അതിൽ 3 സിമ്പിൾസ് ആണ് പ്രധാനമായിട്ടുള്ളത്. അപ്പോൾ ആ 3 സിമ്പിളും എന്തിനെയാണ് സൂചിപ്പിക്കുന്നതെന്ന് നോക്കാം. ആദ്യം അശോക ചക്ര, സിമ്പിൾ ഓഫ് ഇന്ത്യസ് ലീഗൽ ആൻഡ് കൾച്ചറൽ ഹെറിറ്റേജ്. ഇന്ത്യയുടെ നിയമത്തിന്റെയും അതുപോലെ സംസ്കാരത്തിന്റെയും ഒരു ഹെറിറ്റേജ് സൂചിപ്പിക്കാനായിട്ടാണ് അശോക ചക്ര കൊടുത്തിരിക്കുന്നത്. സുപ്രീം കോർട്ട് ബിൽഡിംഗ് റെപ്രസെന്റ്സ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ജസ്റ്റിസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ നീതിന്യായ വ്യവസ്ഥയുടെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ റെപ്രസെന്റ് ചെയ്യാനായിട്ടാണ് സുപ്രീം കോർട്ട് ബിൽഡിംഗ് കൊടുത്തിരിക്കുന്നത്. കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഹൈലൈറ്റ്സ് ദ റോൾ ഓഫ് സുപ്രീം കോർട്ട് ആസ് ദ ഗാർഡിയൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ. കോൺസ്റ്റിറ്റ്യൂഷന്റെ ഗാർഡിയൻ, നമ്മുടെ ഭരണഘടനയുടെ ഗാർഡിയൻ ആയിട്ടാണ് നമ്മൾ സുപ്രീം കോടതിനെ പറയുന്നത്. ആ ഒരു റോള് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവിടെ കോൺസ്റ്റിറ്റ്യൂഷനും ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇത്രയാണ് ബ്ലൂ ഫ്ലാഗിൽ, നമ്മുടെ സുപ്രീം കോടതിയുടെ ബ്ലൂ ഫ്ലാഗിൽ എൻക്ലോസ് ചെയ്തിരിക്കുന്ന സിംബൽസ്: അശോക ചക്ര, സുപ്രീം കോർട്ട് ബിൽഡിംഗ്, കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. ഇനി നമ്മൾ ഇൻസിഗ്നിയനെ പറ്റി പറഞ്ഞു, അത് നോക്കാം. ഇൻക്ലൂഡ്സ് ദ സാൻസ്ക്രിറ്റ് ഫ്രേസ് യഥോ ധർമ്മസ് തഥോ ജയ ഇൻസ്ക്രൈബ്ഡ് ഇൻ ദേവനാഗരി സ്ക്രിപ്റ്റ്. അപ്പോൾ ആ ഇൻസിഗ്നിയയിൽ അതായത് അധികാര മുദ്രയിൽ ഒരു സംസ്കൃതത്തിലുള്ള ഒരു ഫ്രേസ് ഉണ്ട്. അതിങ്ങനെയാണ് റീഡ് ചെയ്യുന്നത്: യഥോ ധർമ്മസ് തഥോ ജയ. ദേവനാഗരി സ്ക്രിപ്റ്റിലാണ് അത് എഴുതി വെച്ചിരിക്കുന്നത്. അതിൽ ട്രാൻസ്ലേറ്റ്സ് ടു വേർ ദർ ഇസ് ധർമ്മ ദർ ഇസ് വിക്ടറി, സിംബലൈസിംഗ് ദ സുപ്രീം കോർട്ട്സ് ഡെഡിക്കേഷൻ ടു ജസ്റ്റിസ് ആൻഡ് റൈറ്റസ്നെസ്. അതായത് സുപ്രീം കോടതി ഏറ്റവും സത്യസന്ധമായിട്ടും ഏറ്റവും നീതിപരമായിട്ടും കാര്യങ്ങൾ ചെയ്യുന്ന അല്ലെങ്കിൽ റൂളിങ്സ് നടപ്പാക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് എന്നുള്ളത് സിംബലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഫ്രേസ് വന്നിരിക്കുന്നത്. ഇപ്പൊ പറഞ്ഞ ഏതോ ധർമ്മസ്തോ ജയ എന്ന് പറയുന്നതിന്റെ മീനിങ് വേർ ദർ ഇസ് ധർമ്മ ദർ ഇസ് വിക്ടറി, അതായത് എവിടെ ധർമ്മമുണ്ടോ അവിടെ വിജയമുണ്ട്. ആ ഒരു മീനിങ് ആണ് അതിന് വരുന്നത്. ഒക്യൂസ് 13 ടൈംസ് ഇൻ ദ എപ്പിക് ദ മഹാഭാരത, അതായത് നമ്മുടെ മഹാഭാരതത്തിൽ 13 തവണ കാണാൻ പറ്റുന്ന അല്ലെങ്കിൽ 13 തവണ എഴുതപ്പെട്ടിരിക്കുന്ന ഒരു ഫ്രേസ് ആണ് യഥോ ധർമ്മസ് തഥോ ജയ എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയാണ് ഇതിന്റെ ഡീറ്റെയിൽസ്. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് വെർട്ടിക്കൽ ഫിസ്ക്കൽ ഇംബാലൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അവസ്ഥയെ കുറിച്ചിട്ടാണ്. അത് ഇക്കണോമിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു ടേം ആണ്. എന്താണെന്ന് നോക്കാം. വെർട്ടിക്കൽ ഫിസ്ക്കൽ ഇംബാലൻസ്: The financial relationship between the union and state governments in India is imbalanced, similar to other nations with a federal constitutional structure. അതായത് നമ്മുടെ ഇന്ത്യയിൽ നിലവിലുള്ളത് ഒരു ഫെഡറൽ കോൺസ്റ്റിറ്റ്യൂഷണൽ സ്ട്രക്ചർ ആണ്. അതായത് ഒരു സെൻട്രൽ ഗവൺമെന്റ്, അതിന് കീഴിൽ സ്റ്റേറ്റ് ഗവൺമെന്റ്സ് ഉണ്ട്. ആ ഒരു രീതിയിലാണ് ഒരു പവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അപ്പൊ ആ ഒരു കൈൻഡ് ഓഫ് ഗവൺമെന്റ് ആണ് ഫെഡറൽ ഗവൺമെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ബാക്കിയുള്ള എല്ലാ ഫെഡറൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഉള്ള രാജ്യങ്ങളെയും പോലെ തന്നെ ഇന്ത്യയിലും ഈ ഫിനാൻഷ്യൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ യൂണിയൻ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് വരുമ്പോൾ അതിലൊരു ഇംബാലൻസ് കാണാൻ പറ്റും. ബാക്കി എല്ലാ രാജ്യങ്ങളിലും ഉള്ളതുപോലെ ഇന്ത്യയിലും ഫിനാൻഷ്യൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ യൂണിയൻ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റിൽ ഒരു ഇംബാലൻസ് കാണാനായിട്ട് പറ്റും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് ഈ വെർട്ടിക്കൽ ഫിസ്ക്കൽ ഇംബാലൻസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. എന്താണെന്ന് നോക്കാം. VFI refers to the mismatch between revenue sharing powers and expenditure responsibilities of different levels of government between central and state governments within a country. അതായത് ഒരു രാജ്യത്തിന്റെ ഉള്ളിൽ പലതരത്തിലുള്ള അല്ലെങ്കിൽ പല ലെവലിലുള്ള ഗവൺമെന്റ്സ് ഉണ്ടാവും. ഇപ്പൊ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് സ്റ്റേറ്റ് ഗവൺമെന്റ് എന്ന് പറയുന്നത് 2 ലെവലിൽ നിൽക്കുന്ന ഗവൺമെന്റുകളാണ്. അപ്പൊ ആ 2 ഗവൺമെന്റുകൾക്ക് അവരവരുടേതായിട്ടുള്ള
റവന്യൂ കളക്ഷൻ മെത്തേഡ്സ് ഉണ്ടാവും, അതുപോലെ തന്നെ അവരുടെ എക്സ്പെൻഡിച്ചർ മെത്തേഡ്സും ഉണ്ടാവും. അതായത് അവർക്ക് കിട്ടുന്ന വരുമാനം അവർ അതിൽ നിന്ന് സ്പെൻഡ് ചെയ്യുന്ന ഒരു തുക, ആ ഒരു രണ്ട് കാര്യങ്ങളും ഉണ്ടാവും. അപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റവന്യൂ ഷെയറിംഗ് പവേഴ്സും ഈ എക്സ്പെൻഡിച്ചർ റെസ്പോൺസിബിലിറ്റീസും തമ്മിൽ ഒരു മിസ്മാച്ച് വരുമ്പോൾ ഉണ്ടാവുന്ന ഒരു സിറ്റുവേഷൻ ആണ് വെർട്ടിക്കൽ ഫിസ്ക്കൽ ഇംബാലൻസ് പറയുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ സ്റ്റേറ്റ് ഗവൺമെന്റിന് ഒരുപാട് റവന്യൂ എക്സ്പെൻഡിച്ചർ ഉണ്ടെന്ന് കരുതുക. അതായത് അവർക്ക് ഒരുപാട് എക്സ്പെൻഡിച്ചർ കൂടുതലാണ്, പക്ഷെ അതിനനുസരിച്ചിട്ടുള്ള ഒരു ഇൻകം അവർക്ക്, റവന്യൂ ഇൻകം അവർക്ക് കിട്ടാനായിട്ട് അല്ലെങ്കിൽ അവർ റേസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നില്ല. അപ്പോൾ അവർക്ക് വേണ്ട സ്റ്റേറ്റ് ഗവൺമെന്റിന് വേണ്ടിയിട്ടുള്ള എക്സ്ട്രാ ഒരു ഫണ്ട് ആര് കൊടുക്കേണ്ടി വരും? സെൻട്രൽ ഗവൺമെന്റ് കൊടുക്കേണ്ടി വരും. അപ്പൊ എന്ത് പറ്റി? ആ സെൻട്രൽ ഗവൺമെന്റിനെയും സ്റ്റേറ്റ് ഗവൺമെന്റിനെയും ഫിനാൻഷ്യൽ റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ലെവലിൽ ഒരു മിസ്മാച്ച് സംഭവിച്ചു. ഇതാണ് വെർട്ടിക്കൽ ഫിസ്ക്കൽ ഇംബാലൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പൊ എക്സാമ്പിൾ അവർ പറയുന്നുണ്ട്, സ്റ്റേറ്റ്സ് ആർ റെസ്പോൺസിബിൾ ഫോർ 61% ഓഫ് റവന്യൂ എക്സ്പെൻഡിച്ചർ ഫോക്കസിങ് ഓൺ ക്രൂഷ്യൽ സെക്ടേഴ്സ് ലൈക്ക് ഹെൽത്ത് കെയർ, എഡ്യൂക്കേഷൻ ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ. അതായത് നമ്മുടെ രാജ്യത്തിൽ 61% റവന്യൂ എക്സ്പെൻഡിച്ചറും നടത്തുന്നത് സംസ്ഥാന ഗവൺമെന്റുകളാണ്. അതായത് ഇപ്പോൾ ആരോഗ്യം, വിദ്യാഭ്യാസം, ഇൻഫ്രാസ്ട്രക്ചർ അതുപോലെയുള്ള കാര്യങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാൻ ഏറ്റവും കൂടുതൽ റവന്യൂ എക്സ്പെൻഡിച്ചർ 61% റവന്യൂ എക്സ്പെൻഡിച്ചർ നടത്തുന്നത് സ്റ്റേറ്റുകളാണ്. ബട്ട് ദേ ജനറേറ്റ് ഓൺലി 38% ഓഫ് ദി റവന്യൂ. പക്ഷെ അതിൻ്റെ വരുമാനം ആയിട്ട് അവർ ജനറേറ്റ് ചെയ്യുന്ന ആകെ 38%, അതായത് 40%-ത്തോട് അടുത്ത് മാത്രമാണ് അവർ റവന്യൂ ആയിട്ട് ജനറേറ്റ് ചെയ്യുന്നത്. ദിസ് ഇംബാലൻസ് ക്രിയേറ്റ് എ ഡിപ്പെൻഡൻസി ഓൺ സെൻട്രൽ ട്രാൻസ്ഫേഴ്സ് ലിമിറ്റിംഗ് ദ സ്റ്റേറ്റ്സ് ഫിസ്ക്കൽ ഓട്ടോണമി. അതായത് അപ്പം ഇങ്ങനെ സംഭവിക്കുമ്പോൾ എന്ത് പറ്റും? സ്റ്റേറ്റിന് എക്സ്പെൻഡിച്ചർ കൂടുതൽ, ഇൻകം കുറവ്. അപ്പം എന്ത് പറ്റും? അവർ കൂടുതലായിട്ട് സെൻട്രൽ ഗവൺമെന്റിന് അല്ലെങ്കിൽ സെൻട്രലിൽ നിന്നുള്ള ട്രാൻസ്ഫേഴ്സും ഫണ്ടൊക്കെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കേണ്ടി വരും. അപ്പം അത് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഒരു സാമ്പത്തികമായിട്ടുള്ള ഒരു ഓട്ടോണമീനെ ബാധിക്കും. അപ്പോൾ അങ്ങനെ ഉണ്ടാവുന്ന ഒരു സിറ്റുവേഷനെയാണ് നമ്മൾ വെർട്ടിക്കൽ ഫിസ്ക്കൽ ഇംബാലൻസ് എന്ന് ഒരു ടേമിൽ എക്കണോമിയിൽ റെഫർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു ടേം എന്താണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് വിഷൻ നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇനീഷ്യേറ്റീവിനെ പറ്റിയാണ്. നോക്കാം. ഇന്ത്യാസ് ഫസ്റ്റ് ഫാഷൻ ഫോർകാസ്റ്റിംഗ് ഇനീഷ്യേറ്റീവ് ലോഞ്ച്ഡ് ബൈ ദി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജി ഇൻ കൊളാബറേഷൻ വിത്ത് മിനിസ്ട്രി ഓഫ് ടെക്സ്റ്റൈൽസ്. അതായത് മിനിസ്ട്രി ഓഫ് ടെക്സ്റ്റൈൽസും നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജി, നേരത്തെ ഒരു സ്ലൈഡിൽ നമ്മൾ കണ്ടു, ഡൽഹിയിലാണ് അത് വരുന്നത്. അപ്പൊ ഈ രണ്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസും കൂടി കൊളാബറേറ്റീവ്ലി ലോഞ്ച് ചെയ്തിരിക്കുന്ന ഒരു ഫാഷൻ ഫോർകാസ്റ്റിംഗ് ഇനീഷ്യേറ്റീവ്, അതായത് ഫാഷനുമായി ബന്ധപ്പെട്ട് ഇനി മുൻകൂട്ടി ഉള്ള പരിപാടികൾ ആസൂത്രണം ചെയ്യുക, അല്ലെങ്കിൽ എങ്ങനെ ഫാഷൻ ട്രെൻഡ് പോവും എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഫോർകാസ്റ്റ് ചെയ്യുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി ലോഞ്ച് ചെയ്തിരിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ഫാഷൻ ഫോർകാസ്റ്റിംഗ് ഇനീഷ്യേറ്റീവ് ആണ് വിഷൻ നെക്സ്റ്റ് എന്ന് പറയുന്നത്. ഇത്രയും കാലം നമ്മൾ ഫോറിൻ ഫാഷൻ ഫോർകാസ്റ്റിങ്ങുകളെയാണ് റിലേ ചെയ്തിരുന്നത് ട്രെൻഡ് മനസ്സിലാക്കാൻ, ഫാഷൻ ട്രെൻഡ് മനസ്സിലാക്കാൻ. അപ്പോഴാണ് ഇപ്പൊ നമ്മുടെ ഇന്ത്യയിലെ മിനിസ്ട്രി ഓഫ് ടെക്സ്റ്റൈൽസും അതുപോലെ NIFT കൂടി ചേർന്നിട്ട് ഒരു ജോയിന്റ് ഇനീഷ്യേറ്റീവ് ആയിട്ട് വിഷൻ നെക്സ്റ്റ് കൊണ്ടുവരുന്നത്. ടു പ്രൊവൈഡ് ഓൾ ഇന്ത്യ സ്പെസിഫിക് ഫാഷൻ ട്രെൻഡ് ഇൻസൈറ്റ്സ് ആൻഡ് റെഡ്യൂസ് ഡിപ്പെൻഡൻസ് ഓൺ ഗ്ലോബൽ ഫോർകാസ്റ്റിംഗ് ഏജൻസീസ്. അപ്പൊ ഇത് കൊണ്ടുവരുന്നത് വഴി നമുക്ക് നമ്മുടെ ഇന്ത്യ സ്പെസിഫിക് ആയിട്ടുള്ള ട്രെൻഡ്സ് എന്തൊക്കെയാണെന്ന് മനസ്സിലാകാം, അതുപോലെ ഡിപ്പെൻഡൻസ് ഓൺ ഗ്ലോബൽ ഫോർകാസ്റ്റിംഗ് ഏജൻസീസ് കുറയ്ക്കാൻ പറ്റും. ഇന്ത്യസ് ഫസ്റ്റ് ഇനീഷ്യേറ്റീവ് ടു integrate artificial intelligence and emotional intelligence to forecast fashion trends. അപ്പോൾ ഈ ഒരു ഇനീഷ്യേറ്റീവിൽ ഇവര് എന്ത് ഉപയോഗിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും അതുപോലെ തന്നെ ഇമോഷണൽ ഇന്റലിജൻസും, AI ആൻഡ് EI, ഇത് രണ്ടും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഒരു ഫോർകാസ്റ്റിംഗ് ചെയ്യാനായിട്ട് ഇവര് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു വിഷൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്തുമായി ബന്ധപ്പെട്ടതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റണം. പെട്ടെന്ന് ചിലപ്പോൾ വല്ല നമ്മൾ എഡ്യൂക്കേഷനോ അങ്ങനെയൊക്കെ വിചാരിക്കാം. പക്ഷെ വിഷൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഫാഷൻ ഏരിയ അല്ലെങ്കിൽ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ടതാണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയുന്നത് വിശ്വാസ്യ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി സ്റ്റാക്ക്.
വിശ്വാസി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്ലോക്ക് ചെയിൻ ടെക്നോളജി സ്റ്റാക്കിനെ പറ്റിയിട്ടാണ്. അപ്പൊ എന്താണ് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി സ്റ്റാക്ക്, അതുപോലെ തന്നെ ബ്ലോക്ക് ചെയിൻ ആസ് എ സർവീസ് എന്ന് പറഞ്ഞിട്ടുള്ള കുറച്ച് ടേംസ് ഒക്കെ ഉണ്ട്. നമുക്ക് ആദ്യം തന്നെ അതെന്താണെന്നൊന്ന് നിങ്ങൾക്ക് ഫെമിലറൈസ് ചെയ്തു തരാം. അതിനുശേഷം നമുക്ക് ഇപ്പൊ ഈ ലോഞ്ച് ചെയ്തിരിക്കുന്ന വിശ്വാസിയ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ബ്ലോക്ക് ചെയിൻ ടെക്നോളജി സ്റ്റാക്കിനെ പറ്റി പറയാം. അപ്പൊ ആദ്യം ബ്ലോക്ക് ചെയിൻ എന്താന്ന് നോക്കാം. ഇറ്റ് ഇസ് എ ലീഗൽ ലെഡ്ജർ ടെക്നോളജി വെയർ ഡേറ്റ like transaction is stored in blocks that are linked together in a chronological chain. അതായത് ഈ നമ്മൾ വരവ് ചെലവ് കണക്കുകളൊക്കെ ലെഡ്ജറിൽ നോട്ട് ചെയ്യുന്നത് പോലെ തന്നെ ഡേറ്റയെ ഒരു ഡിജിറ്റൽ ലെഡ്ജർ ടെക്നോളജിയിൽ സ്റ്റോർ ചെയ്ത് വെക്കുകയാണ്. എങ്ങനെ? കുറെ ബ്ലോക്കുകളാക്കിയിട്ട്. അപ്പോൾ ഡേറ്റയെ ബ്ലോക്കുകളാക്കിയിട്ട് ഡിജിറ്റൽ ലെഡ്ജർ ടെക്നോളജിയിൽ സ്റ്റോർ ചെയ്ത് വെക്കുകയാണ്. അതിനുശേഷം ഈ പറയുന്ന ബ്ലോക്കുകളെല്ലാം ഒരു ചെയിൻ വെച്ച്, അല്ലെങ്കിൽ ഒരു ക്രോണോളജിക്കൽ ചെയിൻ, അതായത് കാലാനുസൃതമായിട്ടുള്ള ഒരു ചെയിൻ വെച്ചിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ടാവും ഇത്രയും ബ്ലോക്കുകളെ. ഈച്ച് ബ്ലോക്ക് is securely encrypted, making the data tamper proof. അതായത് എല്ലാ ഈ ബ്ലോക്കുകളും നല്ല സെക്യൂർഡ് ആയിട്ട് എൻക്രിപ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ആർക്കും അതിനെ അറ്റാക്ക് ചെയ്ത് അതിൽ നിന്നുള്ള ഡീറ്റെയിൽസ് എടുക്കാനായിട്ട് പറ്റില്ല. അപ്പൊ ഇതാണ് ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്നത്. ബ്ലോക്ക് എന്ന് പറയുന്നത് ഡേറ്റയാണ്. ഡേറ്റനെ എൻക്രിപ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതിനെ ക്രോണോളജിക്കൽ ചെയിൻ യൂസ് ചെയ്തിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ടാവും. ഇനി ബ്ലോക്ക് ചെയിൻ ടെക്നോളജി സ്റ്റാക്ക് എന്താണെന്ന് നോക്കാം. ഇറ്റ് റെഫേഴ്സ് ടു ദി ലെയർ ഓഫ് ടെക്നോളജീസ് നീഡഡ് ടു ബിൽഡ് ആൻഡ് ഓപ്പറേറ്റ് എ ബ്ലോക്ക് ചെയിൻ. അപ്പൊ നമ്മളിപ്പോ നേരത്തെ പറഞ്ഞ ഒരു ബ്ലോക്ക് ചെയിൻ, ആ ബ്ലോക്ക് ചെയിനെ നമുക്ക് നിർമ്മിക്കണം. അതുപോലെ തന്നെ അതിൽ പല പല ഓപ്പറേഷൻസ് ചെയ്യണം. അതിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് പല ലെയർ ഓഫ് ടെക്നോളജി, അതായത് പലതരത്തിലുള്ള ടെക്നോളജീസ് ആവശ്യമായിട്ട് വരും. അത്തരം ടെക്നോളജീസിനെയാണ് നമ്മൾ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി സ്റ്റാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇറ്റ് റെഫേഴ്സ് ടു ലെയർ ഓഫ് ടെക്നോളജീസ് നീഡഡ് ടു ബിൽഡ് ആൻഡ് ഓപ്പറേറ്റ് എ ബ്ലോക്ക് ചെയിൻ. അതായത് ഇപ്പോൾ അതിൽ എന്തൊക്കെ വരാം? അതിന് വേണ്ടിയിട്ടുള്ള ടെക്നോളജി എന്ന് പറഞ്ഞാൽ എന്തിനൊക്കെ വേണ്ടിയിട്ടുള്ള ടെക്നോളജിയാണ്? ഇറ്റ് ഇൻക്ലൂഡ്സ് ഇൻഫ്രാസ്ട്രക്ചർ, അതായത് സെർവേഴ്സ് വേണം, നെറ്റ്വർക്ക്സ് വേണം. കോർ ബ്ലോക്ക് ചെയിൻ ഫങ്ഷനാലിറ്റീസ്, അതായത് എങ്ങനെയൊക്കെയാണ് അതിന്റെ പ്രോട്ടോകോള്, കൺസെൻസസ് മെക്കാനിസം എന്തൊക്കെയാണ്, അതൊക്കെ വേണം. സ്മാർട്ട് കോൺട്രാക്ട്സ് വേണം, അതായത് ഓട്ടോമേറ്റഡ് സെൽഫ് എക്സിക്യൂട്ടിംഗ് കോൺട്രാക്ട്സ് വേണം ഇത് ഇംപ്ലിമെന്റ് ചെയ്യാൻ. അതുപോലെ തന്നെ APIs ടൂൾസ്, അതായത് ടൂൾസ് ടു ഇന്ററാക്ട് വിത്ത് ദ ബ്ലോക്ക് ചെയിനുമായിട്ട് ഒരു യൂസർക്ക് ഇന്ററാക്ട് ചെയ്യാനായിട്ടുള്ള ഒരു ഇന്റർഫേസ്, അതും വേണം നമുക്ക്. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ ചേർന്നതാണ് എന്ത്? ടെക്നോളജീസ് എന്ന് പറയുന്നത്. അത്തരം ടെക്നോളജീസിന്റെ ലെയറാണ് നമ്മൾ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി സ്റ്റാക്ക് എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ തന്നെ ഒരു അഡ്വാൻസ്ഡ് ആയിട്ട് ബ്ലോക്ക് ചെയിൻ ആസ് എ സർവീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്. അതെന്താണ്? ഇറ്റ് ഈസ് എ ക്ലൗഡ് ബേസ്ഡ് സർവീസ് വെയർ തേർഡ് പാർട്ടി പ്രൊവൈഡ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടൂൾസ് ടു ബിൽഡ് ആൻഡ് യൂസ് ബ്ലോക്ക് ചെയിൻ ആപ്ലിക്കേഷൻസ് വിത്തൗട്ട് നീഡിങ് ടു ഡെവലപ്പ് ഓർ മെയിൻറ്റെയിൻ ദ ബ്ലോക്ക് ചെയിൻ ദംസെൽസ്. അതായത് ഇപ്പോൾ ഒരു സർവീസ് എന്നുള്ള പേരിലുള്ളത് കൊണ്ട് തന്നെ അതൊരു ക്ലൗഡ് ബേസ്ഡ് ആയിട്ടുള്ള സർവീസ് ആണ് ബ്ലോക്ക് ചെയിൻ ആസ് എ സർവീസ് അഥവാ ബാസ് എന്ന് പറയുന്നത്. അതിൽ എന്താണ് നമ്മൾ ചെയ്യുന്നത്? ഒരു തേർഡ് പാർട്ടി ആയിട്ടുള്ള ആൾ, അതായത് ഒരു മൂന്നാമത് ഒരു ആള്, അതായത് അതൊരാളോ അല്ലെങ്കിൽ ഒരു കമ്പനിയോ എന്തെങ്കിലും ആവാം. അപ്പോൾ ഒരു തേർഡ് പാർട്ടി എന്ത് ചെയ്യും? നമുക്ക് ബ്ലോക്ക് ചെയിൻ ആപ്ലിക്കേഷൻസ് ബിൽഡ് ചെയ്യാനും അതുപോലെ തന്നെ അത് യൂസ് ചെയ്യാനും ആവശ്യമായിട്ടുള്ള ടൂൾസ് അടങ്ങിയിട്ടുള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചർ നമുക്ക് പ്രൊവൈഡ് ചെയ്യും. അതായത് ബ്ലോക്ക് ചെയിൻ അത് ബിൽഡ് ചെയ്യുക അല്ലെങ്കിൽ അതിനെ ഓപ്പറേറ്റ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് കുറച്ച് ശ്രമകരമായിട്ടുള്ള അല്ലെങ്കിൽ ലോജിക്കലി കുറച്ച് പണിയുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് അത് എല്ലാവർക്കും ഇങ്ങനെ അതിനെ എഫേർട്ട് എടുത്ത് ചെയ്യുന്നതിന് പകരം ഒരു തേർഡ് പാർട്ടി ഉണ്ടാവും. ആ തേർഡ് പാർട്ടി നമുക്കൊരു ക്ലൗഡ് ബേസ്ഡ് സർവീസ് തരും. എന്തിനു വേണ്ടിയിട്ട്? ഇത്തരം ബ്ലോക്ക് ചെയിൻ ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യാനും ഓപ്പറേറ്റ് ചെയ്യാനും ഒക്കെ ഉള്ള ടൂൾസ് ആ ഒരു സർവീസിന്റെ അല്ലെങ്കിൽ ആ ഒരു ഇൻഫ്രാസ്ട്രക്ചറിന്റെ ഭാഗമായിട്ട് അവൈലബിൾ ആയിരിക്കും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യേണ്ടതില്ല? വിത്തൗട്ട് നീഡിങ് ടു ഡെവലപ്പിംഗ് ഓർ മെയിൻറ്റെയിനിങ് ദ ബ്ലോക്ക് ചെയിൻ ദംസെൽസ്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് തന്നെ പുതിയൊരു ബ്ലോക്ക് ചെയിൻ ഡെവലപ്പ് ചെയ്യുകയോ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആവശ്യം വരില്ല. ഇനി വിശ്വാസിയ ഓഫേഴ്സ് ബ്ലോക്ക് ചെയിൻ ആസ് എ സർവീസ് യൂസിങ് എ ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻഫ്രാസ്ട്രക്ചർ ടു സപ്പോർട്ട് പെർമിഷൻ ബ്ലോക്ക് ചെയിൻ ആപ്ലിക്കേഷൻസ്. അപ്പൊ നമ്മളിപ്പോൾ പറഞ്ഞ വിശ്വാസി എന്ന് പറയുന്നത് ഒരു ബാസ് ആയിട്ട് വർക്ക് ചെയ്യാൻ പോകുന്ന ഒരു ആപ്ലിക്കേഷൻ ആണ്. BAS provides cloud-based tools for companies to build and manage blockchain apps. അപ്പോൾ അവർ ഇതുപോലെ തന്നെ ബ്ലോക്ക് ചെയിനുമായി ബന്ധപ്പെട്ട ആപ്സ് ബിൽഡ് ചെയ്യാനും മാനേജ് ചെയ്യാനായിട്ട് ക്ലൗഡ് ബേസ്ഡ് സർവീസ് കൊടുക്കും, ടൂൾസ് കൊടുക്കും. ഇറ്റ് ഈസ് പാർട്ട് ഓഫ് ദ നാഷണൽ ബ്ലോക്ക് ചെയിൻ ഫ്രെയിംവർക്ക് NBF, which aims to utilize blockchain in areas like agriculture, health and finance while addressing adoption challenges. അതായത് ഈ ഒരു
വിശ്വാസി എന്ന് പറഞ്ഞ ഈ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി സ്റ്റാക്ക് ലോഞ്ച് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ അത് എന്തിന്റെ ഭാഗമാണ്? നമ്മുടെ ഇന്ത്യയുടെ നാഷണൽ ബ്ലോക്ക് ചെയിൻ ഫ്രെയിംവർക്കിന്റെ ഭാഗമാണ്. അപ്പോൾ ഈ ഒരു ഏതൊക്കെ മേഖലയിൽ ഇതിന്റെ ഉപകാരം കിട്ടും? ഹെൽത്ത്, അഗ്രികൾച്ചർ, ഫിനാൻസ് മുതലായിട്ടുള്ള മേഖലകളിലൊക്കെ ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കുക. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്ന ആന്റിബയോട്ടിക് പൊല്യൂഷനെ കുറിച്ചിട്ടാണ്. പല കൈൻഡ് ഓഫ് പൊല്യൂഷൻസ് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ എമർജിങ് ആയിട്ടുള്ള ഒരു പുതിയ പൊല്യൂഷൻ ആണ് ആന്റിബയോട്ടിക് പൊല്യൂഷൻ എന്ന് പറയുന്നത്, അല്ലെ? എന്താന്ന് നോക്കാം. ആന്റിബയോട്ടിക് പൊല്യൂഷൻ റെഫേഴ്സ് ടു ദി contamination of natural environment, particularly water and soil, by antibiotics. Antibiotics കാരണം നമ്മുടെ എൻവയോൺമെന്റ് മലിനമാവുകയാണ്. അതായത് പ്രത്യേകിച്ച് വെള്ളവും മണ്ണും മലിനമാവാണ്. അങ്ങനെയുള്ള പൊല്യൂഷനാണ് ആന്റിബയോട്ടിക് പൊല്യൂഷൻ. This pollution occurs when antibiotics are released into the ecosystem through various sources, leading to the proliferation of antimicrobial resistance. അതായത് പല കാരണങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ പല രീതിയിൽ നമ്മുടെ അറ്റ്മോസ്ഫിയറിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ എൻവയോൺമെന്റിലേക്ക് ഈ പറയുന്ന ആന്റിബയോട്ടിക്കുകൾ റിലീസ് ആവുന്നുണ്ട്. അപ്പോൾ ഇത് എന്തിന് കാരണമാവാണ്? ആന്റിമൈക്രോബിയൽ റെസിസ്റ്റൻസിന് കാരണമാവുകയാണ്. ആന്റിമൈക്രോബിയൽ റെസിസ്റ്റൻസിന് കാരണമാവാണ്. AMR അഥവാ ആന്റിമൈക്രോബിയൽ റെസിസ്റ്റൻസ് ഹാപ്പൻസ് വെൻ. അത് എപ്പോഴാണ് സംഭവിക്കുക? ആന്റിമൈക്രോബിയൽ റെസിസ്റ്റൻസ് സംഭവിക്കുക വെൻ bacteria, virus, fungi and parasites evolve to resist effects of antibiotics, making if infections harder to treat and posing a significant threat to the global health. അതായത് ഈ പറയുന്ന ആന്റിബയോട്ടിക്സ് പല രീതിയിൽ നമ്മുടെ എക്കോസിസ്റ്റത്തിലേക്ക് വരുമ്പോൾ അവിടെ പലതരത്തിലുള്ള ബാക്ടീരിയയും ഫംഗസും വൈറസും പാരസൈറ്റ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ ഇവര് ഇവോൾവ് ആവുകയാണ്. ഏത് രീതിയിലാണ് ഇവോൾവ് ആവുന്നത്? ഇവർക്ക് ഈ പറയുന്ന ആന്റിബയോട്ടിക്സിനെ റെസിസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഇഫക്റ്റ് അല്ലെങ്കിൽ റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കേപ്പബിലിറ്റിയിൽ അവർ ഇവോൾവ് ചെയ്യാണ്. അപ്പൊ എന്താ പറ്റുക? പിന്നീട് ഇത്തരം ബാക്ടീരിയ ആയാലും ഫംഗസ് ആയാലും ഇതെന്നൊക്കെ ഉണ്ടാവുന്ന ഇൻഫെക്ഷൻസ് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അതിനെ ട്രീറ്റ് ചെയ്ത് അതിനെ ഭേദപ്പെടുത്തുക എന്ന് പറയുന്നത്. അപ്പൊ അത് നമ്മുടെ ആഗോളതലത്തിൽ ആരോഗ്യ മേഖലയ്ക്ക് ഒരു വലിയ ത്രെട്ട് ആയിട്ടാണ് വരുന്നത്. The World Health Organization released its first ever global guidance on managing antibiotic pollution from manufacturing processes. അപ്പോൾ ഈ മാനുഫാക്ചറിങ് പ്രോസസ്സായി ആന്റിബയോട്ടിക്സ് ഉണ്ടാക്കുന്ന സ്ഥലങ്ങളിൽ പാലിക്കേണ്ട അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഗൈഡ് ലൈൻസ് എന്തൊക്കെയാണ് എന്നുള്ള രീതിയിൽ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ആദ്യമായിട്ടാണ് അത്തരത്തിലുള്ള ഒരു ഗൈഡ് ലൈൻ ആന്റിബയോട്ടിക്സുമായിട്ട് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പുറത്തിറക്കുന്നത്. അപ്പൊ എങ്ങനെ ആന്റിബയോട്ടിക്സ് പൊല്യൂഷൻ മാനേജ് ചെയ്യണമെന്നുള്ളത് ഈ ആന്റിബയോട്ടിക്സിന്റെ മാനുഫാക്ചറിങ് പ്രോസസ്സ് നടക്കുന്നവർക്ക് ഒരു ഗൈഡ് ലൈൻസ് ഇഷ്യൂ ചെയ്തിരിക്കുകയാണ്. അതായത് പല രീതിയിൽ ഇപ്പൊ അവിടെ നിന്ന് വരുന്ന വേസ്റ്റ് വാട്ടർ മര്യാദയ്ക്ക് ട്രീറ്റ് ചെയ്യാണ്ട് പുറത്തോട്ട് വിടും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ലീക്കേജസ് ഉണ്ടാവാം. അങ്ങനെ പല രീതി, അല്ലെങ്കിൽ സോളിഡ് വേസ്റ്റുകൾ പലതുണ്ടാവാം, അല്ലെങ്കിൽ കുറച്ച് ബാക്കി വരണ ആന്റിബയോട്ടിക്സ് അല്ലെങ്കിൽ അതിന്റെ റോ മെറ്റീരിയൽസ്, അങ്ങനെ പല രീതിയിൽ ഈ മാനുഫാക്ചറിങ് യൂണിറ്റുകളിൽ നിന്ന് ആന്റിബയോട്ടിക്സ് എൻവയോൺമെന്റിലേക്ക് സ്പ്രെഡ് ആവും. അത് മിക്കവാറും ഇനീഷ്യലി വാട്ടർ, പിന്നെ അതിനുശേഷം സോയിൽ, അങ്ങനെയായിരിക്കും സ്പ്രെഡ് ആവുക. പിന്നെ അത് ലേക്ക്, റിവർ, പിന്നെ അങ്ങനെ അങ്ങനെ അത് മൊത്തത്തിലേക്ക് വ്യാപിച്ച് നമുക്ക് മൊത്തത്തിലൊരു ഗ്ലോബൽ ത്രെട്ടായിട്ട് മാറും. ഇതാണ് ആന്റിബയോട്ടിക് പൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇത്രയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കവർ ചെയ്യുന്ന ടോപ്പിക്സ്. വീഡിയോ ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഹെൽപ്ഫുൾ ആയെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.